പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കൾച്ചറലി ഈ ഇപ്പോ സെയിൽസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് പ്രോഫിറ്റബിൾ കരിയർ, നല്ലൊരു കരിയർ പാത്ത് അല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ബട്ട് യു തിങ്ക് ഇറ്റ്സ് അതർവൈസ് ഇപ്പൊ സെയിൽസ് തന്നെ ചെയ്യുകയാണെങ്കിൽ കമ്മീഷൻ പലതും കിട്ടുമല്ലോ. ആ ഒരു കരിയർ പാത്ത് ജേർണി എന്ന് പറയാൻ പറ്റും. ഇഫ് യു ആർ ഇൻ ടു സെയിൽസ്, ഇഫ് യു നോ ഹൗ ടു സെൽ, ജനറലി പീപ്പിൾ ആർ റിയലി ഗുഡ് അറ്റ് സെല്ലിംഗ്, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈ ടെക്സ്റ്റൈൽ എന്ന ഒരു കരിയറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു? സോ ടെക്സ്റ്റൈൽസ് തന്നെ വളരെ മോണിറ്ററിലി ഭയങ്കര ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ്. ആസ് ലോങ് ആസ് യു ഡു ഇറ്റ് റൈറ്റ് വേ. സോ അതിപ്പോ ഏതൊരു കരിയറിനുണ്ടല്ലോ, ഒരു എഞ്ചിനീയർ ആയിട്ട് ഒരു നോർമൽ ആയിട്ട് എഞ്ചിനീയർ ആണ്. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർക്ക് റിയലൈസ് ചെയ്യുന്നില്ല ഈ സെയിൽസ് ടെക്സ്റ്റൈൽസിൽ കമ്മീഷൻ അങ്ങനെ എന്തോ മോഡൽ. അപ്പൊ അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റും? സോ എല്ലാ സെയിൽസിനകത്തും അവരുടെ കോമ്പൻസേഷൻ വിൽ ബി സ്പ്ലിറ്റ് ഇൻ ബേസ് ആസ് വെൽ ആസ് കമ്മീഷൻ. ജനറലി ഒരു സ്റ്റാർട്ടപ്പിന്റെ ഗ്രോത്ത് സ്റ്റേജിലാകുമ്പോൾ ഈ കമ്മീഷൻ വിൽ ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റവന്യൂ ഹി ബ്രിങ്സ് ഇൻ. ഒരു പെർസെന്റേജ് ആയിരിക്കും എപ്പോഴും. അത് പല കമ്പനീസിലും ഇപ്പം ക്ലൂട്രാക്ക് പോലത്തെ ഒരു കമ്പനി അതിന് ക്യാപ്പ് പോലും ഇല്ല. സോ ഓക്കെ, എത്ര റവന്യൂ വരുന്നുണ്ടോ അക്കോർഡിംഗ്ലി ഹി വിൽ ഗെറ്റ് എ പോർഷൻ ഓഫ് ഇറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കോണ്ടെക്സ്റ്റ് റിയൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. റിയൽ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാണ്, $50,000. ആ $50,000 X% വിൽ ഗോ ടു ദിസ് ഗൈ, ഡയറക്ട്ലി ടു ദ സെയിൽസ് പേഴ്സൺ, ടു ദ സെയിൽസ് ഗൈ. ഓക്കെ, അപ്പം സാലറിന്റെ ആ കമ്പോണന്റ് ആയിരിക്കും കൂടുതലായി, ആ ഒരു കമ്പോണന്റ് ആയിരിക്കും ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത് കൂടുതലായിട്ട് വരുന്നത്. അതും എൻറ്റയർ സെറ്റപ്പ് ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ഇത് ഒരാൾ മാത്രമല്ല പോയി സെല് ചെയ്യുന്നത്. ഇതിന് മാർക്കറ്റിംഗ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്, ഓൺബോർഡിംഗ് ടീം ഉണ്ട്, എല്ലാവരും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് സെയിൽസ് ആൾക്കാർക്ക് ഡയറക്ട്ലി ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. എത്ര റവന്യൂ വരുന്നുണ്ടോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ഓക്കെ, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പോ ലെറ്റ്സ് സേ ഐ ആം എ ഗ്രാജുവേറ്റ്, മേ ബി ഐ കമ്മിറ്റഡ് മൈ +2, എനിക്ക് അത്യാവശ്യം റീസണബിളി ഗുഡ് ഇൻ ഇംഗ്ലീഷ് ആണ്. ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദിസ് കരിയർ ആസ് എൻ ഓപ്ഷൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഡു കോഡിംഗ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഡിസൈനിങ്, ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദിസ് sales as a career. So where should I start? I think you should join a company where they are looking for SDRs. SDR. An example, sales development representatives. Okay, what does that mean? Sales development representative ന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ഉണ്ടാവുക. സോ യു ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ദാറ്റ് ICPs ഓർ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽസ്. ഈ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ നോർമലി റീച്ച് ഔട്ട് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ടാവും, ഒന്ന് ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ. ഈ 2 ചാനൽസും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട്, ഇപ്പൊ ഒരു ലിങ്ക്ഡിൻ മെസ്സേജസ് ഉണ്ട്, ഈ ചാനൽസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് യു ബ്രിങ് ദം ഫോർ മീറ്റിംഗ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡെമോ ഓർ മീറ്റിംഗ് whatever, right? ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് SDR പലപ്പോഴും ചെയ്യാറുള്ളത്. അവിടെ ഫോക്കസ് ചെയ്ത് ദി സ്റ്റാർട്ട് ഫ്രം ദെയർ. പിന്നെ SDR കഴിഞ്ഞ ശേഷം പിന്നെ ഹി വിൽ മൂവ് ടുവേർഡ്സ് AE, അക്കൗണ്ട് എക്സിക്യൂട്ടീവ്. ആ ഒരു സ്റ്റേജിൽ ഈ ഇൻബൗണ്ട് വരുന്ന ലീഡ്സിനെ ഡെമോ ചെയ്യും, പിന്നെ സെയിൽസിലൂടെ സെയിൽസ് സ്റ്റേജസിലൂടെ നാവിഗേറ്റ് ചെയ്താണ് AE മെയിൻലി ചെയ്യുന്നത്. Then he goes to sales manager and so on. Okay, ഒരു റോൾ കരിയർ ട്രാൻസിഷൻ റോൾ SDR. LDR ഉണ്ടോ അതിന് മുമ്പ്? ഇല്ല. SDR അക്കൗണ്ട് എസ് എന്ന് പറഞ്ഞ സീനിയർ അല്ല സെയിൽസ് ഡെവലപ്മെന്റ്, ലീഡ്സ് ഡെവലപ്മെന്റ്. ഇല്ല, BDR ഞാൻ കേൾക്കാറുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് സെയിം. ഓക്കെ, SDR, പിന്നെ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, പിന്നെ സെയിൽസ് മാനേജർ, പിന്നെ VP ഓഫ് സെയിൽസ്, ഹെഡ് ഓഫ് സെയിൽസ്. അങ്ങനെ. അപ്പോ ഒരു സാലറി പെർസ്പെക്റ്റീവില് പറയുകയാണെങ്കിൽ ഹൗ ബിഗ് ദിസ് സെയിൽസ് കരിയർ ക്യാൻ ബി? ഇപ്പൊ എല്ലാവരും പറയുന്നു ഇപ്പൊ ഡെവലപ്പർ ആയാൽ മാത്രമാണ് യു ക്യാൻ മേക്ക് lakhs and crores എന്ന് പറയുന്നത്. You can hit crore with this. അല്ലേ? ശരിയല്ലേ? അപ്പൊ അതൊന്ന് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു കൊടുക്കാൻ ഹാവ് റൈറ്റ് കമ്പനീസ് ടു വർക്ക് വിത്ത്. അപ്പൊ ചില ആൾക്കാർ ഒരു ഫ്യൂ ബാഡ് ആപ്പിൾസ് കണ്ടിട്ട് അവർ ആ കരിയർ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സാമ്പിൾ ബൈജൂസ്. അപ്പൊ ബൈജൂസിൽ സെയിൽസ് ചെയ്ത ആൾക്കാർ ചിലപ്പോ ജീവിതത്തിൽ ഒരിക്കലും സെയിൽസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം. Do you think that's happening? So സെയിൽസിലും ഒരു ടെക്നോളജി പോലെ തന്നെ കുറെ സ്ട്രീംസ് ഉണ്ട്. Okay. സോ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏത് തരം സെയിൽസ് ആയിരിക്കും മാക്സിമം റവന്യൂ കൊണ്ടുവരാം അല്ലെങ്കിൽ മാക്സിമം കോമ്പൻസേഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സെയിൽ നടത്തുമ്പം ഒരു വലിയൊരു റവന്യൂ ബ്രിങ് ഇൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനീസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനീസ് ആണെങ്കിൽ മേ ബി റവന്യൂ കുറവായിരിക്കും, ഒരു പക്ഷേ കുറവായിരിക്കും. ഇപ്പം $50,000 നമ്മൾ INR പറയുകയാണെങ്കിൽ 40 lakhs ആണ് ഒരു ക്ലയന്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇങ്ങനത്തെ ഒരു എന്റർപ്രൈസ് SaaS കമ്പനീസിലാണ് നോക്കാണ്. ആ SaaS കമ്പനീസ് ഗ്ലോബലിയാണ് സെല് ചെയ്യുന്നത്. ആ കമ്പനീസിൽ വരുമ്പം ഡെഫിനറ്റ്ലി അതിന്റെ റവന്യൂ ഷെയർ അല്ലെങ്കിൽ കോമ്പൻസേഷൻ മച്ച് ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സ്ട്രീം നോക്കുന്ന ആൾക്കാർ ചൂസ് യു അബൌട്ട് ദ കമ്പനീസ് യു ജോയിൻ. യെസ്, അങ്ങനെ ചൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ഒരു പ്രോഗ്രഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ multi lakhs or crores easily can be achieved in this particular stream, especially
നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് SaaS കമ്പനീസ് വരുന്നുണ്ട്. കറക്റ്റ്. പിന്നെ വി ആർ ഹാവിംഗ് എ സീരിയസ് ഡെർത്ത് ഓഫ് സെയിൽസ് ഗൈസ്. സെയിൽസ് ആൾക്കാർ എണ്ണം കുറവല്ല, ആക്ച്വലി എണ്ണം കുറവാണ്. ആ ഒരു ഇപ്പൊ ഒരു അമേരിക്കൻ ആയിട്ടുള്ള ഒരാളെ ഹയർ ചെയ്തു കമ്പയർഡ് ടു ഒരു ഇന്ത്യൻ ഗായ്. ആ അമേരിക്കൻ പേഴ്സന്റെ റിഫൈൻമെന്റ് വിൽ ബി മച്ച് ഹയർ ദാൻ ആൻ ഇന്ത്യൻ പേഴ്സൺ ജനറലി ടു ടോക്ക് ടു ദ അമേരിക്കൻ ക്രൗഡ്, റൈറ്റ്? ആ ഒരു റിഫൈൻമെന്റ്, പക്ഷേ ആ സിമിലർ റിഫൈൻമെന്റ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് പക്ഷെ ചെറിയ നമ്പർ ആണെന്നേ ഉള്ളൂ. പക്ഷെ അവരിക്കൊന്നും സെയിൽസ് ഇങ്ങനത്തെ റോളിലേക്ക് പോകണില്ല. അവർ ഈ സംഭവം ഇത്ര കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്ന പോലും ഉണ്ടാവില്ലല്ലോ. ഈ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യില്ല, പക്ഷെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് നല്ല പ്രോഗ്രഷൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കേരളത്തിലുണ്ട്. I think ഇത് കേട്ടിട്ട് hopefully few people will sales as career path. I think വേറെ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് സെഷനിൽ അങ്ങനത്തെ ഒരാളെ കേരളത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയി.